ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി. നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ചൂടുകാലമല്ലേ, അപ്പോൾ എല്ലാവരും കോമൺ ആയിട്ട് വാങ്ങിക്കുന്ന ഒരു ഐറ്റമാണ് തണ്ണിമത്തൻ. അപ്പോൾ അതെങ്ങനെ കേടാകാതിരിക്കാം എന്നുള്ള സൂത്രപ്പണികളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ചൂടുകാലമായതുകൊണ്ട് നമ്മൾ തണ്ണിമത്തൻ കോമൺ ആയിട്ട് വാങ്ങിക്കുന്ന ഒരു ഐറ്റമാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു. അപ്പം നമുക്കത് ജ്യൂസായിട്ടോ സാലഡായിട്ടോ സ്മൂത്തി ആയിട്ടോ ഒക്കെ അല്ലെങ്കിൽ ഡെസേർട്ട് പ്രിപ്പയർ ചെയ്തുമൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ കാഴ്ചയിൽ വലിപ്പം പോലെ തന്നെ ഒട്ടേറെ അതിനകത്ത് നമുക്ക് ബെനിഫിറ്റ്സ് ഉണ്ട്. വൈറ്റമിൻസും പൊട്ടാസ്യവും കോപ്പറും എല്ലാം അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തണ്ണിമത്തൻ ഇത്രയും വലിപ്പത്തിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും അത് കട്ട് ചെയ്തായിരിക്കും സൂക്ഷിക്കേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണ് നല്ല രീതിക്ക് സൂക്ഷിക്കുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോൾ തണ്ണിമത്തൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഇന്ന് തന്നെ മുറിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ തന്നെ കീപ്പ് ചെയ്താൽ മതി. പക്ഷേ നമ്മൾ കട്ട് ചെയ്തു എന്നിട്ട് കഴിച്ചതിന് ശേഷം ബാക്കിയാകുന്ന തണ്ണിമത്തനാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നതെന്ന് നോക്കാം. ഒരു പ്ലാസ്റ്റിക് കടലാസിൽ പൊന്നതിന് ശേഷം ഫ്രിഡ്ജിൽ നമുക്ക് കീപ്പ് ചെയ്യും. അല്ലെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് വായു കടക്കാത്ത കണ്ടെയ്നേഴ്സിലിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റും. ഇത്തരത്തിൽ നമ്മൾ കീപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ജലാംശമൊന്നും ഒട്ടും പോകാതെ തന്നെ നമ്മൾ തിരിച്ചെടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ട് ഇരിക്കും. അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മൾ തണ്ണിമത്തൻ ഒരുപാട് ദിവസങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറന്തോട് കളയാതെ തന്നെ വേണം വെക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് കഴിച്ചതിന് മിച്ചമുള്ളത് പ്ലാസ്റ്റിക് പേപ്പറിൽ പൊതിഞ്ഞ് ഫ്രിഡ്ജ് വെക്കണം. അല്ല ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പീസ് ചെയ്താണ് വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ നമ്മുടെ ആ പോർഷൻ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ക്യൂബ്സായിട്ട് നമ്മുടെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ മതി. അതുപോലെ നമ്മൾ മിക്കവരും ഫ്രൂട്ട്സ് എല്ലാം ഒരുമിച്ചായിരിക്കും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത്. പക്ഷേ അതിൽ പ്രധാനമായിട്ടൊന്ന് നോക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ ആപ്പിളിൻ്റെ കൂടെയും ബനാനയുടെ കൂടെയും ഒരിക്കലും തണ്ണിമത്തൻ വെക്കരുത്. കാരണം ഇതിനകത്ത് ഒരു കെമിക്കൽ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് പെട്ടെന്ന് നമ്മുടെ തണ്ണിമത്തൻ പെട്ടെന്ന് കേടായി പോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ തണ്ണിമത്തൻ സീസൺ കഴിഞ്ഞാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ ടിപ്പാണ് ലാസ്റ്റ്. തണ്ണിമത്തൻ നമുക്ക് പുറംതൊലിയൊക്കെ അതിന് കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരു മീഡിയം സൈസിൽ പീസാക്കിയതിന് ശേഷം നമ്മുടെ എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലോ അല്ലെങ്കിൽ നമ്മുടെ സിപ്ലോക്ക് ബാഗിലോ ആക്കിയിട്ട് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഒരു 8 മാസം വരെ നമുക്ക് ഇതുപോലെ കേടാകാതെ നമുക്ക് നമ്മുടെ ഫ്രീസറിൽ അത് കീപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. മറ്റു വീഡിയോ കാണാൻ വരെ നന്ദി, നമസ്കാരം.